നമസ്കാരം. കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ വധശിക്ഷ അവസാന നിമിഷം നീട്ടിവെച്ചു എന്നുള്ള വാർത്തയായിരുന്നു. വധശിക്ഷയുടെ നീട്ടിവെക്കലിന് കാരണം കാന്തപുരം അബൂബക്കർ മുസലിയാരുടെ ഇടപെടലും. എന്നാൽ ഈ സംഭവത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു വാർത്തയാണ്. അതായത് നിമിഷപ്രിയയുടെ രക്ഷയ്ക്കായി പാഞ്ഞവർക്ക് തിരിച്ചടിയാകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനാണ് സംഭവത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകില്ല എന്നാണ് തലാലിന്റെ സഹോദരന്റെ നിലപാട്. ഒരു ഒത്തുതീർപ്പിന് ഇല്ലെന്നും ദയാധനം വേണ്ടെന്നും തലാലിന്റെ സഹോദരൻ പറഞ്ഞതായാണ് റിപ്പോർട്ട്. കുടുംബത്തിലെ മറ്റു പലരും നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെന്ന നിലപാടിലാണ് ഉള്ളത്. എന്നാൽ ബന്ധുക്കൾക്കിടയിൽ അഭിപ്രായ ഐക്യം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ചർച്ച വേണ്ടിവരുമെന്നാണ് പ്രതീതികൾ വ്യക്തമാക്കുന്നത്. സഹോദരനെ അടക്കം അനുനയിപ്പിക്കാനുള്ള ഊർജിത ശ്രമം തുടരുകയാണ്. അനുനയ ശ്രമം തുടരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരും മതപണ്ഡിതരും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ സംഭവത്തിൽ പരസ്യ പ്രതികരണം ഒഴിവാക്കാൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യമനിൽ ഇത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഇടയാക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് എന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. അനാവശ്യ ശ്രമങ്ങൾ മോചനത്തിനുള്ള ശ്രമങ്ങളെ ബാധിക്കുമെന്നതിലാണ് ഇത്. തിങ്കളാഴ്ച തന്നെ യമൻ പ്രസിഡന്റ് വിഷയത്തിൽ ഇടപെട്ടിരുന്നുവെന്നും കേന്ദ്രം സൂചന നൽകിയിട്ടുണ്ട്. അതേസമയം ഇന്നലെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ട് കോടതി ഉത്തരവിട്ടത്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകും വരെ വധശിക്ഷ നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് വിധി പകർപ്പിലുള്ളത്. എന്നാൽ കേസ് ഇനി എന്ന് പരിഗണിക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ല. എന്നത്തേക്ക് മാറ്റിയെന്നും വ്യക്തമായിട്ടില്ല. നിമിഷപ്രിയയുടെ കാര്യത്തിൽ തുടർന്നും ഇടപെടൽ നടത്തുമെന്ന് കാന്തപുരവും വ്യക്തമാക്കിയിട്ടുണ്ട്. കുടുംബവുമായി ദയാധനത്തിൽ ചർച്ച നടക്കുന്നുണ്ട് എന്നാണ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ തീരുമാനം ആകുന്നതുവരെ വധശിക്ഷ നടപ്പാക്കരുത് എന്നായിരുന്നു ഹർജി നൽകിയത്. ഇത് അംഗീകരിച്ചാണ് കോടതി വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചത് എന്നാണ് വിവരം. ദയാധനം നൽകിയാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുമെങ്കിൽ കേരളം ഒറ്റക്കെട്ടായി നിൽക്കും. വധശിക്ഷ നീട്ടിയതിൽ കാന്തപുരത്തെ അഭിനന്ദിച്ച് ചെന്നിത്തല യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്ന നിമിഷപ്രിയയ്ക്ക് ഇന്നാണ് വധശിക്ഷ നിശ്ചയിച്ചിരുന്നത്. ഇതിനിടയിലാണ് കാന്തപുരം മുസ്ലിയാരുടെ നേതൃത്വത്തിൽ യമനിലെ മതപണ്ഡിതൻ വഴിയുള്ള ഇടപെടലുണ്ടായതും കോടതി വധശിക്ഷ നീട്ടിവെച്ചതും. സെയ്ദ് ഉമർ ഹഫീസ് എന്ന യമൻ സുന്നി പണ്ഡിതൻ മുഖേനയാണ് കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കളുമായി സംസാരിക്കാൻ നിമിഷപ്രിയ മോചന സഹായ സമിതിക്ക് അവസരം കിട്ടിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കാന്തപുരം AB അബൂബക്കർ മുസ്ലിയാരുടെ സഹായികൾ നേരത്തെ തന്നെ വ്യക്തമാക്കി. തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടുവാൻ നേരത്തെ നിയമസഹായ സമിതിക്ക് കഴിഞ്ഞിരുന്നില്ല. തലാലിന്റെ സഹോദരനുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ പ്രതീക്ഷയുണ്ട് എന്നും ചർച്ച തുടരുകയാണെന്നും കാന്തപുര വിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട്.